ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു മാനസിക ആരോഗ്യ അവസ്ഥയാണ്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾക്ക് ലൈഫ് ലോങ് ഇത് കാണുകയും മറ്റുള്ളവരുമായിട്ട് പ്രവർത്തിക്കാനോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തികൾക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾക്ക് എപ്പോഴും അവരുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ അവർക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രവർത്തിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. എപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇത് ഞാൻ മൂലമാണ് ഉണ്ടാകണതെന്ന് മനസ്സിലാക്കിയിട്ടേയില്ല. അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് എപ്പോഴും കുടുംബജീവിതത്തിലും അവരുടെ ജോലിയിലും സ്കൂളിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ സാമൂഹികമായ പ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അവരുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ മനസ്സിലാക്കത്തില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ വികാരങ്ങളായിരിക്കും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ വികാരങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദേഷ്യമാണെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം, സംശയം, അതുപോലെ തന്നെ പെട്ടെന്ന് പേഷ്യൻസ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന രീതി, അതുപോലെ തന്നെ അവർക്ക് അവരുടെ തെറ്റുകൾ ഒരിക്കലും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസ് പറഞ്ഞാൽ ഓരോ വ്യക്തികളിലും ഓരോ രീതിയായിരിക്കും. അവർക്ക് അവരുടെ ചില സന്ദർഭങ്ങളിൽ വ്യക്തികൾക്ക് അവരുടെ വൈകല്യം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എപ്പോഴും അവരുടെ ചിന്താരീതി മറ്റുള്ളവരുടെ സംശയാതീതമായിട്ട് നോക്കുകയും അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ഒരു സന്ദർഭങ്ങൾ നേരിടാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഒരു സിംറ്റംസ് എടുത്തു പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പലതരത്തിലുണ്ട്. അതിലെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ഹീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹീസോടിപ്പിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് 3 ഗ്രൂപ്പ് എയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം ഗ്രൂപ്പ് എയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒരിക്കലും സ്ഥിരമായിട്ട് അവർ പ്രവർത്തനരഹിതമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരിൽ എപ്പോഴും സംശയം ഉളവാക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കാനൊക്കെ വളരെ താല്പര്യക്കുറവും ഇവരിലുണ്ടാവും. അപ്പോൾ ഇത് വരുന്ന ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. അടുത്തായിട്ട് ഗ്രൂപ്പ് ബി വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ. ഗ്രൂപ്പ് ബിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ 4 തരത്തിലാണ് ഗ്രൂപ്പ് ബിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതും അവർക്ക് ഗ്രൂപ്പ് ബിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അപ്പോൾ അവർ വളരെ പ്രവർത്തനരഹിതമായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും അതുപോലെ തന്നെ നാടകീയമായിട്ട് പെരുമാറുകയും ചെയ്യപ്പെടുന്നു. അതുപോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ സ്വഭാവം എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഗ്രൂപ്പ് ബിയിൽ വരുന്ന ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പിന്നെ ഗ്രൂപ്പ് സിയിൽ വരുന്നത് കുറച്ചുകൂടെ അവർക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഗ്രൂപ്പ് സിയിൽ വരുന്നത് അപ്പം അവരുടെ തിങ്കിങ്ങും ബിഹേവിയറും ഒക്കെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനോ അതുപോലെ തന്നെ എപ്പോഴും ഒരു ഡിസ്ഫങ്ഷനിലായിരിക്കും അവർ. അപ്പോൾ ഇങ്ങനെ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതാണ്? ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ ഇത് 3 ഗ്രൂപ്പ് സിയിൽ വരുന്നത്. അപ്പോൾ ഈ ഏത് വിഭാഗമാണെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാരണം ജനറ്റിക്കലായിട്ടുണ്ടാകാനുള്ള കാരണമുണ്ട്. പിന്നെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എൻവയോൺമെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മളുടെ അമ്മയും അച്ഛനും ഒക്കെ നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടും ഒരാളെ വിശ്വസിക്കാത്ത രീതിയിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വളർന്നു നിൽക്കുന്നതെങ്കിൽ നമ്മൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ശരിക്കും പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി ഡിസോർഡറിന് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷെ ഓരോ വ്യക്തികളുടെയും പ്രവർത്തനവും അതുപോലെ അവരുടെ ലൈഫിൽ എത്രമാത്രം ഇത് ഗുരുതരമാണ്, ജീവിതത്തിൽ ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനവും അതുപോലെ സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും അതുപോലെ സോഷ്യൽ വർക്കർ അതുപോലെ സൈക്കാട്രിക് നേഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവ എല്ലാം അടങ്ങിയ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളുടെ സേവനം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അനിവാര്യമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് അവർക്ക് ഈ രോഗമുണ്ട് എന്ന്, ഇങ്ങനെ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഡെയിലി മെഡിസിൻസ് യൂസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിരന്തരമായിട്ട് കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തെറാപ്പി എന്ന് പറഞ്ഞാൽ ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പിയാണ്. ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പിയിലൂടെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്കിംഗ് തെറാപ്പിയാണ് ശരിക്കും ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എത്രമാത്രം അവരുടെ ഇഫക്റ്റ് ആയിട്ടുണ്ട്, ഗുരുതരമായിട്ടുണ്ട്, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടോ, അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നൽകാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു ലൈഫിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പിയിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പിയിൽ അവർ ചെയ്യുന്ന ഇത് നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, എത്രത്തോളം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും പിന്നെ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി ജീവിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഗ്രൂപ്പുമായിട്ട് എങ്ങനെ ഇടപഴകണം, ഫാമിലി ലൈഫിൽ എങ്ങനെ പെരുമാറണം, ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പിയിലൂടെ ആ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാനും അത് പരിശീലിപ്പിക്കാനും സഹായിക്കും. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് ടോക്കിംഗ് തെറാപ്പിയാണ്. അത് വളരെ എഫക്റ്റീവാണ്. മെഡിസിൻസ് കൂടെ ഈ ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പിയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പലതരം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണെങ്കിലും അതുപോലെ തന്നെ പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ലൈഫിൽ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്, ഒരാളുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നും ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, വൈകാരിക പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോകാതെ ലൈഫിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംബന്ധമായിട്ട് നിങ്ങളോടൊപ്പം നമ്പർ വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗുഡ് ലൈഫിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.